ശബരിമല വാർത്തകളിലേക്കാണ് നോക്കാം ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ശബരിമലയിൽ വരുമാനത്തിൽ വർധന. 332.77 കോടി രൂപയാണ് മണ്ഡലകാലത്ത് ശബരിമലയിൽ വരുമാനമായി ലഭിച്ചത്. 30 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കുകയെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ ഈ വർഷം വരുമാനത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച വരെ മാത്രം 332.77 കോടി രൂപയാണ് വരുമാനം. 83.17 കോടി രൂപ കാണിക്കയായി ലഭിച്ചു. കഴിഞ്ഞ വർഷം 297.06 കോടിയായിരുന്നു 41 ദിവസത്തെ വരുമാനം. 30 ലക്ഷത്തിന് മുകളിലേറെ തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. വരുമാനത്തിലെ വർധനവ് ഭക്തരുടെ വർദ്ധിച്ച വിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഈ കുത്തകലേലം, അതുപോലെ തന്നെ നടവരുമാനം, അരവണ സെയില്, മുറിയുടെ വാടക എല്ലാം കൂടെ ചേർത്ത് ഇന്നലെ വരെ 332 കോടിയാണ് ശബരിമലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ മണ്ഡലപൂജ ആവുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്തന്മാർ തന്നിട്ടുള്ള പണമെടുത്ത് നല്ല ഭക്ഷണം കൊടുക്കുക, അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ പേരിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നൊരു ചിന്തയാണ് ഈ അന്നദാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അത് ഭക്തന്മാരുടെ ഒരു സഹകരണമാണ്, അതിനകത്ത് ഭക്തന്മാരുടെ ഒരു വിശ്വാസമാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. മകരവിളക്കിനായി നട തുറക്കുമ്പോൾ 12 ലക്ഷം ടിൻ അരവണയുടെ കരുതൽ ശേഖരമുണ്ടാകും. 10 എന്ന നിയന്ത്രണം തുടർന്നാൽ ശേഷിക്കുന്ന കാലയളവിൽ പ്രശ്നം ഉണ്ടാകില്ല. കൂടുതൽ വേണ്ടവർക്ക് ജനുവരി 20 ശേഷം തപാൽ മാർഗം അയക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ഉത്സവത്തിനായി 30 നട വീണ്ടും തുറക്കും. ജനുവരി 14 മകരവിളക്ക്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം.